Hi students, welcome back to Kunyi's class. നമ്മൾ 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 7th ചാപ്റ്റർ അശോക ദ എംപറർ ഹു ഗേവ് അപ്പ് വാർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് സയൻസിൻ്റെയും ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. ദി എംപറർ ആൻഡ് ദി ക്യാപിറ്റൽ സിറ്റി. Megasthenes was an ambassador who was sent to the court of Chandragupta by the Greek ruler of West Asia named Seleucus Nicator. Megasthenes wrote an account about what he saw. Here is a part of his description. അപ്പം മെഗസ്തനീസ് എന്ന് പറയുന്നത് ഈ ചന്ദ്രഗുപ്തയുടെ ആ ഒരു കിങ്ഡത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഭയിലേക്ക് വെസ്റ്റ് ഏഷ്യൻ്റെ ഗ്രീക്ക് റൂളറായിരുന്ന സെലൂക്കസ് നിക്കേറ്റർ അയച്ച ഒരു അംബാസഡറായിരുന്നു. അദ്ദേഹം അതിനുശേഷം അവിടെ ചെന്ന് എന്താണോ കണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ. The occasions on which the emperor appears in public are celebrated with grand royal processions. He is carried in a golden palanquin. His guards ride elephants decorated with gold and silver. ഈ ഒക്കേഷൻസ്, അതായത് ഈ എംപററൊക്കെ പബ്ലിക്കിൻ്റെ നടുവിലേക്ക് വരുന്നതൊക്കെ വലിയ സെലിബ്രേഷനായിട്ടാണ്, ഓരോരോ റോയൽ ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇവരത് വലിയ ആഘോഷമായിട്ടാണ് ഈ എംപറർ പബ്ലിക്കിനിടയിലേക്ക് വരുന്നത്. അത്ര വലിയ ഒക്കേഷനായിട്ടാണ് ഇവർ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ പല്ലക്കിലാണ് ഈ എംപറർ ഈ പബ്ലിക്കിനിടയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാർഡ്സൊക്കെ ഈ എലിഫൻസ് ഗോൾഡും സിൽവറും ഒക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന എലിഫൻസിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഗാർഡ്സും കാണും അദ്ദേഹത്തിൻ്റെ കൂടെ. സം ഓഫ് ദ ഗാർഡ്സ് ക്യാരി ട്രീസ് ഓൺ വിച്ച് ലൈവ് ബേർഡ്സ് ഇൻക്ലൂഡിങ് എ ഫ്ലോക്ക് ഓഫ് trained parrots circle about the head of the emperor. അപ്പം ഈ ഗാർഡ്സൊക്കെ ചിലപ്പം ട്രീസൊക്കെ ക്യാരി ചെയ്യും, അതിൽ ജീവനുള്ള ബേർഡ്സ് കാണും. അവരൊക്കെ വലിയ ഫ്ലോക്കായിട്ട്, അത് കൂട്ടത്തോടു കൂടി ഈ പാരറ്റ്സൊക്കെ, ട്രെയിൻ ചെയ്തിട്ടുള്ള പാരറ്റ്സൊക്കെ ഒരു സർക്കിളിൽ ഇങ്ങനെ എംപററിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. The king is normally surrounded by armed women. He is afraid that someone may try to kill him. അതുപോലെ തന്നെ ഈ രാജാവിൻ്റെ ചുറ്റും ആംഡ് വിമൻ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഭയമുണ്ട്, കാരണം വേറെ ആരെങ്കിലും അദ്ദേഹത്തെ വന്ന് കൊന്നു കളയുമെന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാണ് ഈ ആംഡ് വിമനൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത്. He has special servants to taste the food before he eats. He never sleeps in the same bedroom for 2 nights. അതുപോലെ തന്നെ സ്പെഷ്യൽ സെർവൻസ് ഉണ്ട്. ഇദ്ദേഹം കഴിക്കുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്, കാരണം എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സെർവൻസ് ഉണ്ട്. ഇവർ ടേസ്റ്റ് ചെയ്ത് ഓക്കെ ആയിട്ടുള്ള ഫുഡ് മാത്രമേ ഇദ്ദേഹം കഴിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരേ ബെഡ്റൂമിൽ 2 രാത്രിയിൽ കൂടുതൽ കിടന്നുറങ്ങത്തില്ല. കാരണം ഈ സ്ഥിരമായിട്ട് രാജാവ് കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് കൊലയാളികൾ വന്നാലോ എന്നുള്ള പേടി കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് 2 രാത്രിയിൽ കൂടുതൽ ഒരു ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങത്തുമില്ല. ആൻഡ് അബൌട്ട് പാടലിപുത്ര, മോഡേൺ പാട്ന, ഹി റോട്ട്, ദിസ് ഈസ് എ ലാർജ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. ഇനി അടുത്ത് അദ്ദേഹം പാടലിപുത്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഇതൊരു ലാർജും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ മാസീവ് വോൾ. ഇറ്റ് ഹാസ് 570 ടവേഴ്സ് ആൻഡ് 64 ഗേറ്റ്സ്. ഇത് വലിയൊരു വോള് ഇതിന് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ 570 ടവേഴ്സും 64 ഗേറ്റ്സും ഒക്കെയുണ്ട്. The houses of 2 and 3 stories are built of wood and mud brick. അതുപോലെ തന്നെ 2-3 നിലകളുള്ള വീടൊക്കെയാണ് ഇവിടെ പണിതിരിക്കുന്നത്. അത് വുഡും അതുപോലെ മഡ് ബ്രിക്കും ഒക്കെ കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. The king's palace is also of wood and decorated with stone carvings. അതുപോലെ തന്നെ ഈ രാജാവിൻ്റെ രാജകൊട്ടാരമില്ലേ, അതാണെങ്കിൽ പോലും വുഡ് കൊണ്ടും അതുപോലെ സ്റ്റോൺ കാവിങ്സ് കൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു രാജകൊട്ടാരമാണത്. ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് ഗാർഡൻസ് ആൻഡ് എൻക്ലോഷേഴ്സ്
ഫോർ കീപ്പിംഗ് ബേർഡ്സ്. അതുപോലെ തന്നെ ഇവിടെ ഗാർഡനും ഉണ്ട് ഈ ബേർഡ്സിനെയൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്കറിയാം ഈ രാജാവിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ പബ്ലിക്കിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ രാജാവിന് ചുറ്റും ട്രെയിൻ ചെയ്ത പാരറ്റ്സൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ബേർഡ്സിനെയൊക്കെ നോക്കാനും വളർത്താനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ഗാർഡനും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് രാജാവ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭയം അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി അല്ലേ. അതുപോലെ തന്നെ പാടലിപുത്രയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. അശോക എ യുണീക്ക് റൂളർ. ദി മോസ്റ്റ് ഫേമസ് മൗര്യൻ റൂളർ വാസ് അശോക. ഹി വാസ് ദ ഫസ്റ്റ് റൂളർ ഹു ട്രൈ ടു ടേക്ക് ഹിസ് മെസ്സേജ് ടു ദി പീപ്പിൾ ത്രൂ ഇൻസ്ക്രിപ്ഷൻസ്. അപ്പം ഈ മൗര്യൻ റൂളേഴ്സിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൂളറാണ് അശോക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് ഒക്കെ ഇൻസ്ക്രിപ്ഷനിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മുൻകരുതലൊക്കെ കാണിച്ച ആദ്യ റൂളറാണ് ഈ അശോക എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ് വെയർ ഇൻ പ്രാകൃത് ആൻഡ് വെയർ റിട്ടൺ ഇൻ ബ്രഹ്മി സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഈ ഇൻസ്ക്രിപ്ഷൻസൊക്കെ പ്രാകൃത് എന്ന് പറയുന്ന ലാംഗ്വേജിലും അതുപോലെ തന്നെ ബ്രഹ്മി സ്ക്രിപ്റ്റിലായിരുന്നു ഇതൊക്കെ എഴുതിയിരുന്നത്. അശോകാസ് വാർ ഇൻ കലിംഗ. കലിംഗ ഈസ് ദ ഏൻഷ്യൻ നെയിം ഓഫ് കോസ്റ്റൽ ഒറീസ. അപ്പോൾ കോസ്റ്റൽ ഒറീസയുടെ ഒരു പഴയ പേരാണ് കലിംഗ എന്ന് പറയുന്നത്. അശോക ഫോർട്ട് എ വാർ ടു കോൺക്വർ കലിംഗ. ഒരു യുദ്ധം നടത്തി അശോക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കലിംഗ കീഴടക്കാൻ വേണ്ടിയിട്ട്. However, he was so horrified when he saw the violence and bloodshed that he decided not to fight anymore wars. അപ്പോൾ ഇത്രയും യുദ്ധമൊക്കെ നടന്ന് ഇത്രയും വലിയ വയലൻസ് ഒക്കെ ആയപ്പം ഒരുപാട് രക്തക്കറയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം കുറ്റബോധം തോന്നി. അദ്ദേഹം ഇനിയും ഒരിക്കലും ഒരു യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. He is the only king in the history of the world who gave up conquest after winning a war. ഒരു വാർ യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷം ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഏക രാജാവ് ഹിസ്റ്ററിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വിട്ടുകൊടുത്ത ഏക രാജാവെന്ന് പറയുന്നത് അശോക ചക്രവർത്തിയാണ്. അശോകാസ് ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബിങ് ദി കലിംഗ വാർ. അപ്പം കലിംഗ വാറിന് ശേഷം അദ്ദേഹം ഈ കലിംഗ വാറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയ ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് അശോക ഡിക്ലെയർഡ് ഇൻ വൺ ഓഫ് ഹിസ് ഇൻസ്ക്രിപ്ഷൻസ്. 8 years ആഫ്റ്റർ ബിക്കമിങ് കിങ് ഐ കോൺക്വേർഡ് കലിംഗ. അപ്പോൾ അദ്ദേഹം രാജാവായി 8 വർഷത്തിന് ശേഷമാണ് ഈ കലിംഗ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കീഴടക്കിയത്. About 1.5 lakh people were captured and more than 1 lakh of people were killed. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരെ ഇദ്ദേഹം ക്യാപ്ചർ ചെയ്തു. അതുപോലെ തന്നെ 1 ലക്ഷത്തോളം ആൾക്കാർ മരണമടയുകയും ചെയ്തു. ദിസ് ഫിൽഡ് മീ വിത്ത് സോറോ. വൈ? ഇത് കാരണം അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. എന്തുകൊണ്ടാണ്? വെനെവർ ആൻ ഇൻഡിപെൻഡൻറ്റ് ലാൻഡ് ഈസ് കോൺക്വേർഡ് ലാക്സ് ഓഫ് പീപ്പിൾ ഡൈ ആൻഡ് മെനി ആർ ടേക്കൺ പ്രിസണർ. ബ്രാഹ്മിൻസ് ആൻഡ് മോങ്സ് ഓൾസോ ഡൈ. അപ്പോൾ എപ്പോഴേലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഭൂമി കീഴടക്കുന്ന ആ ഒരു ടൈമിൽ ഏകദേശം ഈ ലക്ഷക്കണക്കിന് ആൾക്കാരോളം മരിക്കും. അതുപോലെ തന്നെ കുറേ ആൾക്കാരെ ബന്ദികളാക്കും. ഇതിൻ്റെ ആദ്യം ഈ മരണമടയുന്ന ആൾക്കാർക്കകത്ത് ബ്രാഹ്മിൻസും അതുപോലെ തന്നെ സന്യാസിമാരും ഒക്കെ കാണും. People who are kind to their relatives and friends, to their slaves and servants die or lose their loved ones. അതുപോലെ തന്നെ ഈ ആൾക്കാർക്ക് അവരുടെ ബന്ധുക്കളും ഒക്കെ നഷ്ടമാകും ഒരു യുദ്ധം വരുന്ന ആ ഒരു സമയത്തല്ലേ. That is why I am sad and have decided to observe Dhamma and to teach others about it as well. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് അദ്ദേഹത്തിന് വളരെയധികം വിഷമമാവുകയും ധമ്മ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാനുമായിട്ട് അദ്ദേഹം തുടങ്ങി. അതുപോലെ തന്നെ ഈ ടീച്ചിങ്സ് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി അദ്ദേഹം ശ്രമിച്ചു. ഐ ബിലീവ് ദാറ്റ് വിന്നിങ് പീപ്പിൾ ഓവർ ത്രൂ ധമ്മ ഈസ് മച്ച് ബെറ്റർ ദാൻ കോൺക്വറിങ് ദം ത്രൂ ഫോഴ്സ്. അതായത് ഫോഴ്സിലൂടെ ആൾക്കാരെ ഇങ്ങനെ കീഴടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ആൾക്കാരെ ഇങ്ങനെ ഈ ധമ്മയിലൂടെ അവരെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോവുക. അതായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അതിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് വിശ്വസിച്ചിരുന്നത്. ഐ എം ഇൻസ്ക്രൈബിങ് ദിസ് മെസ്സേജ് ഫോർ ദ ഫ്യൂച്ചർ സോ ദാറ്റ് മൈ സൺ ആൻഡ് ഗ്രാൻഡ് സൺ ആഫ്റ്റർ മീ ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് വാർ. അദ്ദേഹം ഈ ഇൻസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് ഫ്യൂച്ചറിലേക്കൊരു മെസ്സേജ് എന്ന രീതിയിലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മകനും
മകൻ്റെ മകനുമൊക്കെ ഇനി വാർ എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു മെസ്സേജ് എഴുതിയിരിക്കുന്നത്. ഇൻസ്റ്റഡ് ദേ ഷുഡ് ട്രൈ ടു തിങ്ക് അബൌട്ട് ഹൗ ടു സ്പ്രെഡ് ധമ്മ. അതിന് പകരം അവർ ഈ ധമ്മ എങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരിക്കണം അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ധമ്മ ഈസ് ദി പ്രാകൃത് വേർഡ് ഫോർ ദി സംസ്കൃതവും ധർമ്മ. ധർമ്മ എന്നുള്ള ഒരു സംസ്കൃത വേർഡിൻ്റെ പ്രാകൃതിൽ ഉള്ള ഒരു ടേമാണ് ഈ ധമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ധമ്മ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ധർമ്മ എന്ന് തന്നെയാണ്. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും സയൻസിൻ്റെ ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ആരും അത് മിസ് ചെയ്യരുത്. എല്ലാവരും ആ വീഡിയോസൊക്കെ കാണുക. നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ച് എക്സാം ടോപ്പറാകുക.